ഇന്നത്തെ ലോകത്ത് നിരവധി ക്രിസ്ത്യാനികൾ പോലും യേശുക്രിസ്തുവിന്റെ മൂല്യങ്ങളും വഴികളും ഉപേക്ഷിച്ചിരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്നവകാശപ്പെടുന്ന പലരെക്കാളും കൂടുതൽ കർശനമായും ധാർമ്മികമായും ജീവിക്കുന്ന ഭക്തരായ മുസ്ലിങ്ങളെ നാം പലപ്പോഴും കാണുന്നു. അവർ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ദരിദ്രർക്ക് നൽകുന്നു. അവരുടെ പാപ സ്വഭാവത്തിനെതിരെ പോരാടാൻ അവർ ശരിക്കും ശ്രമിക്കുന്നു. അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിട്ടും അവർ ആത്മീയ പ്രതിസന്ധി നേരിടുന്നു. ആത്മീയ പ്രതിസന്ധി എന്തെന്നാൽ എബ്രായ വേദപുസ്തകം അനുസരിച്ച് മുസ്ലിമുകളും യഹൂദന്മാരും എത്ര ആത്മാർത്ഥമായി നീതിക്കായി പരിശ്രമിച്ചാലും രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കൂ. ക്രിസ്തു ഇല്ലാത്ത ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് പോലും നിത്യജീവനിലേക്ക് നയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ എബ്രായ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ സത്യക്രിസ്ത്യാനികൾക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നത് ക്രിസ്തു അവരിൽ വസിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവില്ലാതെ ഏറ്റവും ഭക്തരായ യഹൂദന്മാരും മുസ്ലിങ്ങൾ പോലും ജഡത്തിനെതിരെ വ്യർത്ഥമായി പോരാടുന്നു. എന്നാൽ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അവർക്ക് അവസരം ലഭിക്കും. അവർ യഥാർത്ഥ യേശു ക്രിസ്തുവിനെ കാണുകയും അറിയുകയും ചെയ്യും. ഒടുവിൽ രക്ഷകനായി സ്വീകരിക്കാൻ അവസരം ലഭിക്കും. ആ മഹത്തായ കാലത്ത് മുൻ മുസ്ലിങ്ങളും യഹൂദന്മാരും തീർച്ചയായും എല്ലാ മനുഷ്യവർഗവും തങ്ങൾ തേടിയിരുന്ന ഉദാത്തമായ മൂല്യങ്ങൾ തെറ്റല്ല, മറിച്ച് അപൂർണമായിരുന്നുവെന്ന് മനസ്സിലാക്കും. യഥാർത്ഥ സമാധാനവും നീതിയും കൊണ്ടുവരുന്നത് മനുഷ്യനിർമ്മിത നിയമങ്ങളല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നടപ്പാക്കിയ ദിവ്യ നിയമമാണെന്ന് അവർ മനസ്സിലാക്കും. പലപ്പോഴും സഹസ്രാബ്ദം എന്ന് വിളിക്കപ്പെടുന്ന ആ ഭരണത്തിൽ ദൈവത്തിന്റെ പൂർണ്ണമായ സ്നേഹത്തിന് കീഴടങ്ങുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് എല്ലാ ആളുകളും പഠിക്കും.